നിങ്ങളുടെ കൂട്ടുകാരനായ ആളെ എങ്ങനെ മരിക്കുന്നത്? കൂട്ടുകാരനായ ചൂരമ്മലിൽ നിന്ന് മരിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അവന് പാലം കടന്നുപോയി. ആദ്യത്തെ ഉരുളിലോട്ട് പാലം പോയിട്ടില്ല. അപ്പോൾ ഇവര് ആശുപത്രിയുടെ അവിടെ നിന്ന് വരുന്നത് അക്കരെ കടന്ന് രക്ഷപ്പെടുത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വന്നു. യാദൃശ്ചികമായി പൊട്ടുന്നു. ഫസ്റ്റ് കുറേ പേര് രക്ഷിച്ചു, അവനവർ സേഫാക്കി. ഒന്ന് രണ്ട് പേർക്ക് ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് ഇന്ന ആളുകൾക്ക് സേഫാണെന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു. അങ്ങനെ ആൾ വിളിച്ച് കിട്ടുന്നില്ല. പിന്നെ രാവിലത്തെ രക്ഷാപ്രവർത്തനം ഉച്ചയോടുകൂടി അയാളുടെ മൃതദേഹം തൊട്ടടുത്ത ഒരു കോളേജിലെ സൈഡിൽ നിന്ന് കിട്ടും. വേറെന്താണ് അവരുടെ പേര് പ്രജീഷ് കുമാർ. പ്രജീഷിന്റെ വീട് ഏതായിരുന്നു? പ്രജീഷിന്റെ വീട് ഇവിടെ അല്ല, താഴെ കോട്ടേഴ്സിലാണ്, ഹോസ്പിറ്റലിൽ തൊട്ട് ബാക്കിലാണ്. അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ഈ കാണുന്ന കുറച്ച് ഈ റോഡ് ഇത് പുഞ്ചിരിവട്ടം ആണ്. പുഞ്ചിരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൊട്ടി ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെയാണ്. ഒരു രണ്ടാമത്തെ ഇവിടെ നടക്കുന്നത്. ഒരുപാട് പേര് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. തൊട്ട് മേലെ സുമേഷിന്റെ ബോഡി കിട്ടി, തൊട്ടടുത്ത് ചൂരമലിന് കിട്ടി. പിന്നെ കുറേ പേരെ കിട്ടാനുണ്ട്. അമ്മനുണ്ട്, അമ്മൻ്റെ മാമൻ്റെ മോള്, 2 മാമന്മാരുണ്ട്, പിന്നെ അമ്മായിൻ്റെ ചെറിയ ചെക്കനുണ്ട്, ഒക്കെ പോയി. പക്ഷെ ഇതൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെ കണ്ടത് ആ താഴെ നിന്ന് രക്ഷാപ്രവർത്തനം മുകളിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ അന്ന് രാത്രി ഉരുളിൽ പൊട്ടിയ 1:50 മുതൽ ഈ സമയം എത്ര സമയം വരെ നമ്മളിവിടെ ഉണ്ട്. വേറെ അങ്ങോട്ട് ആരും വരുന്നില്ല. ഇവിടേക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ പ്രശ്നം നടത്തുന്നവർക്ക് ഭക്ഷണകാര്യം എല്ലാവരും നമ്മൾ റെസ്ക്യൂ ടീമിനൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കാര്യത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഈ പോയത് എത്ര വലുതാന്നുള്ള ആ ഒരു തോന്നലിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്യാനാ? എല്ലാവരും നമ്മൾ പോയത് നമ്മുടെ കുടുംബമായാലും മറ്റുള്ളവരെല്ലാം കുടുംബം പോലെ കഴിയുന്ന ആൾക്കാർ. മുണ്ടക്കൈ പ്രദേശം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മറ്റുള്ള സ്ഥലം പോലെയല്ല മുണ്ടക്കൈ. അതിന് പ്രത്യേകതയുണ്ട് ഈ സ്ഥലങ്ങൾക്ക്. ഇവിടെ എല്ലാവരും ഹിന്ദുക്കളായിട്ടുള്ള മുസ്ലിം മത സൗകര്യത്തിൽ നമ്മളെല്ലാവരും കഴിയുന്നത്.